ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ യൂഷ്വലി ഞാൻ രാവിലെ എണീക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ദിവസം തന്നതിന് ദൈവത്തോട് ആദ്യം നന്ദി പറയുക ചെയ്യുന്നത്. കാരണം നമ്മൾ തലേദിവസം രാത്രിക്ക് നമ്മൾ കിടന്നു കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന ഒരു ഗ്യാരൻറ്റി ഇല്ല, അല്ലേ? സോ ഓരോ പുതിയ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത്രയും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അതിനുശേഷം ഞാൻ കുറച്ച് ടൈം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിന് സ്പെൻഡ് ചെയ്യും. അതെന്നാന്ന് വെച്ചാണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തിനൊക്കെയാണോ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് അതെല്ലാം ഒന്നെങ്കിൽ നോട്ട് പാഡിലോ അതോ ഒരു പേപ്പറിലോ നമ്മളത് നോട്ട് ഡൗൺ ചെയ്യും. അത് എഴുതിയതിന് ശേഷം നമ്മളതൊന്ന് വായിച്ച് നോക്കുമ്പോഴായിരിക്കും എന്തുമാത്രം ബ്ലെസ്സിങ്സാണ് ദൈവം നമുക്ക് നൽകിയെന്നും എന്തുമാത്രം ബ്ലെസ്ഡ് ലൈഫാണ് നമുക്കുള്ളതെന്നും ഒരു റിയലൈസേഷൻ കിട്ടുന്നത് ആ ടൈമിലാണ്. സോ ആ റിയലൈസേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്കെപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ട് ജീവിക്കാൻ നമ്മളെ സഹായിക്കും. അതിനുശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. സോ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവായിരുന്നു. അപ്പോൾ കുറച്ച് ഏത്തപ്പഴം കണ്ടപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ടു. ഇത് നോക്കണ്ട, ഇതിൻ്റെ ചെറിയൊരു എഡിറ്റിംഗ് സ്കിൽസ് പഠിച്ച് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഓക്കെ. ഇനി നേരെ നമുക്ക് കഴിക്കാം. കുറേ പേര് പറയാറുണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈൻഡ്ഫുള്ളായിട്ട് കഴിക്കണം എന്ന്. പക്ഷെ എന്നെക്കൊണ്ടത് ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം ആ ടൈമിലായിരിക്കും കുറേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് പ്ലേറ്റ് കഴുകി വെക്കാം, അതായിരിക്കും നമുക്ക് നല്ലത്. അല്ലെങ്കിൽ എന്താ പറ്റണമെന്ന് വെച്ചാൽ കഴിച്ചുകൊണ്ട് നേരെ സിങ്ക് ഇട്ടിട്ട് അവസാനം വൈകുന്നേരം ആകുമ്പോൾ ആ സിങ്ക് നിറഞ്ഞു കിടക്കണുണ്ടാവും. അത് കാണുമ്പോൾ തന്നെ ഉള്ള മൂടും കൂടെ പോകും. അതിനുശേഷം എൻ്റെ പേഴ്സണൽ പ്രെയർ ടൈമാണ്. സോ ആ ടൈമിൽ ഞാൻ യൂഷ്വലി എന്താ ചെയ്യണതെന്ന് വെച്ചാൽ കുറച്ച് നേരം ബൈബിൾ വായിക്കും. അതിനുശേഷം ഞാൻ ചുമ്മാ എൻ്റെ റൂമിലിരിക്കും കുറച്ച് നേരം. എന്നിട്ട് എൻ്റെ വിഷമങ്ങളും എൻ്റെ ഇമോഷൻസും എൻ്റെ ഫീലിങ്സും എനിക്കുള്ള ഭയം എല്ലാം ഞാൻ ഈശോയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പ്രെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ആസ്കിങ് ഫോർ സംതിങ്, പക്ഷേ അതൊരു ടൂളാണ്. നമുക്ക് ഈശോ ആയിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളാണ് പ്രെയർ. സോ അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു സത്യാവസ്ഥ മനസ്സിലായത്. കിച്ചണിൽ പോയപ്പോൾ ഇഞ്ചിയില്ല, ഇഞ്ചി വാങ്ങിച്ചുകൊണ്ട് വന്നു അല്ലേ? എന്നിട്ട് നമുക്ക് നേരെ കുക്ക് ചെയ്യാം. ഇന്ന് ഉച്ചക്ക് ഫിഷ് കറി ആട്ടോ ഉണ്ടാക്കുന്നത്. സോ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇടാം. ഒരു 5 or 6 പച്ചമുളക് ഇട്ട് എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇടാം. 4 or 5 ചെറിയ ഉള്ളി മതി. അത് ചതച്ചിട്ടാട്ടോ ഇടുന്നത്. എന്നിട്ട് അതൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി, അതും നമ്മൾ ചതച്ചിട്ടാട്ടോ ഇടുന്നത്. അതൊന്നിച്ച് നേരം സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് മസാലകളെല്ലാം നമുക്ക് വെള്ളത്തിൽ പേസ്റ്റ് പരുവാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പുളിവെള്ളം ചേർക്കണം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ടാവും ഇപ്പോൾ. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് വെള്ളമാണ്. നമ്മുടെ ഫിഷ് കറിക്ക് എന്തുമാത്രം ഗ്രേവിയാണോ വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർക്കുക. അത് തിളച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് പീസസ് എല്ലാം ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ട് അത് ചട്ടിയോടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വെക്കാം. എന്നിട്ടത് തിളച്ച് വന്നു കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ കറി ലീവ്സ് അതെടുത്ത് നമുക്ക് ഇടാം. എന്നിട്ടത് മൂടി വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ഫിഷ് കറി റെഡി. എന്നിട്ട് ഞാൻ അതൊന്ന് നന്നായിട്ട് പ്ലേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് കുറച്ച് നേരം TV കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് കഴിച്ചു തീർത്തു. ഉച്ചയൂണ് കഴിച്ചതിനൊക്കെ ശേഷം കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ പോയിരുന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്നു. എന്നിട്ട് ഓയിലൊക്കെ നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തു.
എൻ്റെ ഡ്രൈ സ്കാൽപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ വീക്ക്ലി ട്വൈസ് ഓയിൽ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ടടാ, അങ്ങനെ ഞാൻ കുളിച്ചെല്ലാം ഫ്രഷായി. ഇനി ഞാൻ കുറച്ച് നേരം പോയി വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്തു. എഡിറ്റിങ് ഞാൻ പഠിച്ചു വന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് കുറച്ചധികം സമയം ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പിന്നീട് നടയിൽ പോയി ലൈറ്റ്സ് എല്ലാം ഓണാക്കി കുടുംബ പ്രാർത്ഥനയെല്ലാം ചൊല്ലിയതിന് ശേഷം നേരെ പോയി കിടന്നു. സോ ഗുഡ് നൈറ്റ്.